എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ മകൻ്റെ അച്ചാരക്കല്യാണമാണ്. പിന്നെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ നിശ്ചയം കൂടിയാണ്. ആദ്യമായി അടൂരാണ് നമ്മുടെ മിനീഷിൻ്റെ പെണ്ണിൻ്റെ വീട്. പെണ്ണിൻ്റെ പേര് താര. ഇന്നവർ വീട് കാണാനും നിശ്ചയത്തിനും അല്ലെങ്കിൽ അച്ചാരക്കല്യാണം ആണ്. അതിന് വേണ്ടിയിട്ട് അവർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടൂരാണ് പെണ്ണിൻ്റെ വീട്. അപ്പോൾ നമ്മൾ പെണ്ണ് കാണാൻ പോയ വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു നിശ്ചയിക്കാൻ വേണ്ടി വന്നേണ്ട മനസ്സമ്മതം കല്യാണമൊക്കെ നിശ്ചയിക്കാൻ വേണ്ടി വരുന്നതാണ്. എന്താ പറയുക അമ്മച്ചി, 25 പേരാണ് അവിടെ നിന്ന് വരുന്നത്. ബസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3.5 മണിക്കൂർ യാത്രയുണ്ടല്ലോ. ഇപ്പോൾ ഇപ്പോൾ 4:30 വൈകുന്നേരം. ഞങ്ങൾ കുറേ നാളായി എൻ്റെ മകന് വേണ്ട ഒരു വിവാഹത്തെപ്പറ്റി പല വിവാഹം വന്നെങ്കിലും അവരത് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ദൈവം അനുവദിച്ചത്. വളരെ ഞങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളും പങ്കുചേരുക, പ്രാർത്ഥിക്കുക. അല്ല, ഈ ഒരു ചടങ്ങ് നമ്മൾ വീട്ടുകാരും അല്ലേ അമ്മച്ചി, വീട്ടുകാരും ഈ ഒരു ചടങ്ങ് ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിലുള്ള മനുഷ്യൻ കൂട്ടർ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് വരുന്ന 25 പേരും. അവിടെ നിന്ന് 25 പേര്. പിന്നെ നമുക്ക് മനസ്സമ്മതവും കല്യാണം അടിച്ചു പൊളിക്കണം. എല്ലാവരും കല്യാണം വിളിക്കോട്ടെ. കല്യാണ ഡേറ്റ് ഒക്കെ ഞങ്ങൾ അറിയിക്കുന്നുണ്ട് അല്ലേ? കല്യാണം ഡേറ്റ് നിങ്ങൾ അറിയിക്കും. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ വരാറായി. അപ്പോൾ അതെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. താരയുടെ വീട്ടുകാരാണ്ടേ വരുന്നത്. അപ്പോൾ ലൊക്കേഷനൊക്കെ നേരത്തെ ഇട്ട് കൊടുത്തായിരുന്നു. വഴിയൊന്നും തെറ്റിയില്ല. അപ്പോൾ എത്തിയേട്ടാ, നമ്മുടെ പെണ്ണിൻ്റെ വീട്ടുകാരെത്തിയിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ആദ്യം ഇറങ്ങുന്നത് നമ്മുടെ പൊന്നൂസാണ് കേട്ടാ. പൊന്നൂസിന് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. താരയുടെ കസിനാണ്. താരയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. എപ്പോഴും പൊന്നൂസിനോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അടുത്തിറങ്ങുന്ന പൊന്നൂസിൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടാ, ബിനോയും ലതയും. എല്ലാവരുടെയും പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ഇനി താരയുടെ വീട്ടിൽ നിൽക്കാൻ പോകില്ല. അപ്പോൾ എല്ലാവരുടെയും പേരും വിശദ വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടാ. അപ്പോൾ ഈ ഇറങ്ങുന്നത് നമ്മുടെ വിൻസെൻ്റ് പാപ്പയാണ് കേട്ടോ. താരയുടെ കസിനാണ്, പാട്ടുകാരനാണ് കേട്ടോ. താരയുടെ വീട്ടുകാരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണേണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മച്ചിയും കസിൻസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പൊന്നൂസിന് നാണം വരുന്നു. ഈ പന്തലൊക്കെ ഞങ്ങൾ തന്നെ ഇട്ടേണ്ടാ. ഞങ്ങൾ ആ പന്തലിൻ്റെ തുണിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തന്നെ കെട്ടിയതാണ് തലേദിവസം. താരയുടെ അമ്മച്ചിയാണ് ഇപ്പോൾ കൈ കൊടുത്തത്, പച്ച ഡ്രസ്സ് ഇട്ടത്. അമ്മച്ചും കൂടി കണ്ടുകൂട്ടുന്ന നിമിഷമാണ് ഇപ്പോൾ കണ്ടത്. ഇത് അപ്പച്ചൻ ആ കണ്ണട വെച്ചേക്കണത് താരയുടെ. പപ്പയും മമ്മിയും എന്നാണ് താര വിളിക്കുന്നത്. എനിക്ക് അപ്പച്ചനും അമ്മച്ചിയാണ്. ഈ പൊന്നൂസ് എന്നെ പേരക്കെന്നാണ് വിളിക്കുന്നത്. പൊന്നൂസ് ആദ്യമായിട്ട് എന്നെ ഫോൺ ചെയ്തപ്പോൾ എന്താ പേരെന്ന് വെച്ചപ്പോൾ ഞാൻ പേരക്കെന്ന് പറഞ്ഞു. അന്ന് തുടങ്ങി എൻ്റെ പേര് പേരക്കെന്ന് ഓർത്തിരിക്കുന്നതാണ്. ഇങ്ങോട്ടുള്ള യാത്രാവിശേഷങ്ങളാണ് ഈ പറഞ്ഞിട്ടിരിക്കുന്നത്. എല്ലാവരും വന്നിട്ടിരിക്കുന്നുണ്ട്. വണ്ടി പാർക്കാൻ വേണ്ടി പോയതാണ്. ഇതാണ് ഞങ്ങളുടെ തുമ്പിയായിട്ടേ കൈതാറ്റുന്നത്. ഇത് നമ്മുടെ ശോഭലി, ഏഞ്ചലി കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ക്ഷയിക്കാൻ ചെയ്യുന്നത് താരയുടെ അമ്മയുടെ വല്യമ്മച്ചിയാണ്. ഇത് ഷൈജുപ്പാപ്പൻ പാട്ടുകാരനാണ്. കൊച്ചും ഉണ്ട് കേട്ടോ, അബ്രു അളിയനാണ് ഇപ്പോൾ കൈ തന്നത്. അപ്പോൾ എല്ലാവരും പേര് എനിക്കറിയാൻ പോലെ ടീമേ. സത്യം പറയാല്ലേ, പേര് പഠിച്ചു തന്നേ ഉള്ളൂ. താരയുടെ വീട്ടിൽ പോകാൻ നേരത്ത്, ഇവരുടെയൊക്കെ വീട്ടിൽ പോകാൻ നേരത്തെ ഞാൻ എല്ലാവരുടെ പേരും വിശേഷങ്ങളൊക്കെ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആൾക്കാർ പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് പറയരുത് കേട്ടോ. ഞാൻ കളിയാക്കരുത്. അറിയാൻ പാലാണ്ട ടീമേ. ഇന്നൊരു അവസരത്തിൽ എല്ലാവരും പരിചയപ്പെടുത്താട്ടാ. കുട്ടിപ്പട്ടാളത്തിനൊക്കെ എനിക്കറിയാം കേട്ടോ. എവിടെ ചെന്നാലും കുട്ടികളെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. അതിനാണ് മുതിർന്ന ആൾക്കാരെയൊക്കെ പേരൊക്കെ പഠിക്കുന്നത്. കുട്ടികളുടെയൊക്കെ പേര് എനിക്കറിയാം കേട്ടോ. അപ്പോൾ കാണയൊക്കെ കണ്ടിട്ട് ആൾക്കാർ ചോദിക്കുന്നത് കാണ എപ്പോഴാണ് സ്ലാബ് ഇടുന്നത്. നമ്മുടെ കോർപ്പറേഷൻകാർ ഇതുവരെ ഇട്ട് തന്നിട്ടില്ലെന്ന്. കോർപ്പറേഷൻ്റെ കാണയാണ്. അപ്പോൾ നമ്മുടെ വീട് കാണിക്കുമ്പോൾ കാണയും കൂടി കാണും. അതൊരു കുറവാണ്. അത് നമ്മൾ പരിഹരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളും അവരുടെ കുട്ടികൾ തമ്മിൽ പരിചയപ്പെട്ട് ഞാൻ എല്ലാവരെയും വീട്ടിലേക്ക് ആനയിച്ച് കയറ്റണേ കേട്ടോ. വീട്ടിലാണ് നമ്മളെല്ലാ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തേക്കണത്. പുറത്ത് പന്തൽ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ നേരത്ത് നിങ്ങളുടെയൊക്കെ പെണ്ണ് കാണലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ഒരു മോഡേൺ രീതിയിലല്ല, അങ്ങനെ സാധാരണ രീതിയിലാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ ഒത്തിരി പേർക്ക് ഓർമ്മകൾ വരും. പണ്ട് നമ്മുടെ വീട്ടിലും ഇതുപോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പെണ്ണ് കാണാൻ പോയതൊക്കെ ഈ സാധാരണക്കാരൻ്റെ ഒരു പെണ്ണ് കാണലും ചെക്കൻ കാണലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എൻ്റെ ചേച്ചിയാണ് നിൽക്കണം അമ്മച്ചിയുടെ അടുത്ത്. ചേച്ചിയാണ് ജ്യൂസൊക്കെ കൊടുത്തത്. അപ്പോൾ ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാരക്കല്യാണം എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് അറിയുക, കല്യാണത്തിൻ്റെ ഡേറ്റ് അറിയുക, അതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അച്ചാരം എന്ന് പറഞ്ഞാൽ പണ്ട് അച്ചാരം കൊടുക്കണം, സ്ത്രീധനം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം അങ്ങനെ സ്ത്രീധനം മേടിച്ച് കല്യാണം കഴിക്കുന്നത്. ഞാൻ സ്ത്രീധനം മേടിച്ചിട്ടൊന്നുമല്ല കല്യാണം കഴിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്ന സ്ത്രീ, അതായത് നമ്മുടെ താര തന്നെയാണ് ധനം. അപ്പം ഞങ്ങളെ സ്ത്രീധനം താരയാണ്. ആദ്യം കാരണവന്മാർ തമ്മിലാണ് സംസാരിക്കുന്നത് കേട്ടാ. അപ്പോൾ ഇതിൻ്റെ മൂത്തേട്ടനും കൊച്ചേട്ടനും ഉണ്ടാകും നിൽക്കുന്നത്. ഞാൻ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണതാണ്. മൂത്തേട്ടനെയും
ഇളയ ചേട്ടനൊന്നും അവർ കണ്ടിട്ടില്ലല്ലോ, അമ്മച്ചി മാത്രമല്ലേ വീഡിയോയിൽ വരുള്ളൂ. പൊന്നൂസിന് എൻ്റെ റൂം കാണണമെന്നുണ്ട്, എൻ്റെ റൂം കൊണ്ട് കാണിച്ചു കൊടുക്കണേണ്ട പൊന്നൂസിന്. ഇപ്പോൾ അച്ചാര കല്യാണം പ്രമാണിച്ചാണ്ട് റൂം ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയത്. അതിന് മുമ്പ് വളരെ മോശം ഓർന്നിട്ടുള്ള കാര്യം പറയാമല്ല. പൊന്നൂസ് ഇപ്പോൾ എൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടെങ്കിൽ അന്തം വിട്ട് കുന്തം പോലെ ഇങ്ങനെയാണ്. ഈ ഫോട്ടോസൊക്കെ ഓരോ പ്രോഗ്രാമിന് എല്ലാ നേരത്തും എനിക്ക് ഓരോരുത്തർ വരച്ച് തരുന്നതാണ് കേട്ടോ. അപ്പം കുറച്ച് മാത്രമേ ഭിത്തിയിൽ തൂക്കിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ചായച്ച് വെച്ചിട്ടുണ്ട് മച്ചുമ്മേൽ. പിന്നെ ട്രോഫിയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയതാണ്. ഒത്തിരി ചാക്കിൽ കെട്ടിയും വെച്ചിട്ടുണ്ട്, ഷോക്കേസിൽ അത്രയും വെച്ചിട്ടുണ്ട്. പിന്നെ പരസ്പരം പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ താരയുടെ പപ്പ താരയുടെ വീട്ടുകാരെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം പരിചയപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടെ, പിന്നെ എൻ്റെ വീട്ടുകാർ കഴിഞ്ഞ് 5-6 വർഷം അവരെ കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ചടങ്ങാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുക എന്നുള്ളത്. താര എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താരയുടെ അനിയനാണ്, എൻ്റെ അളിയനാണ്. അപ്പോൾ അവർ 2 മക്കളാണ്. അപ്പോൾ ഗിഫ്റ്റ് ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു. ഒരു അടിപൊളി ഷർട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെക്ക് ഷർട്ടാണ് മേടിച്ചു തന്നത്. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എൻ്റെ റൂമിലാണ് കേട്ടോ. അപ്പോൾ ഇത് തുമ്പി ഭയങ്കര ഡാൻസറാണ് കേട്ടോ, വിജയ് ഫാനുമാണ്. പിന്നെ ഏഞ്ചൽ നന്നായിട്ട് പാടും, ഡാൻസൊക്കെ കളിക്കൂട്ടോ. അപ്പോൾ എൻ്റെ റൂം കണ്ടിട്ട് ഇവരൊക്കെ നല്ല അതിശയത്തോടെ ഇരിക്കണേ കേട്ടോ. എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്, കുട്ടികൾക്കാണെങ്കിലും മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും. അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും അടുത്ത കസിൻസാണ് കേട്ടോ. എല്ലാവരും പേരൊക്കെ പഠിച്ചു തന്നെ ഉള്ളൂ. അടുത്ത പ്രാവശ്യം ഞാൻ പേര് പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിങ്ങനെ ഫോട്ടോസൊക്കെ കാണണേണ്. കുട്ടികളൊക്കെ എൻ്റെ ബെഡ് ചെയ്തായിട്ടാണ് കളിക്കണത്. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്സായി. ഇതെൻ്റെ പ്രീതി ചേച്ചിയുടെ മോളുടെ മോളാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ക്യൂട്ട് ബേബിയാണ് നമ്മുടെ മാളൂട്ടി പണ്ടത്തെ. കുട്ടികൾ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് വേണ്ടി ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് മേടിച്ച് വെച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ അത് നമ്മുടെ ഫ്രൈഡ് ചിക്കനാണ്, KFC ആണ്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത്. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെയാണ് അവർക്ക് ഇഷ്ടം, അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി വിളമ്പാൻ തുടങ്ങി കേട്ടോ. ബിരിയാണി ഞങ്ങൾ ഓർഡർ കൊടുത്തതിന് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഉണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂസ് ഇങ്ങനെ അന്തം വിട്ടിരിക്കണതാണ്. സാധാരണ പൊന്നൂസ് ബിരിയാണിയൊക്കെ ഇഷ്ടമാണ്, ഇവിടെ വന്നിട്ട് അങ്ങനെ അധികം കഴിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ബിരിയാണി കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഓർഡർ കൊടുക്കുന്ന ആളാണ്. ഞങ്ങളുടെ ഫാമിലി എന്ത് പരിപാടി വന്നാലും ആ ബിരിയാണിക്കാരനാണ് ഞങ്ങൾ ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ അടിപൊളി ബിരിയാണിയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഇവർക്കൊക്കെ ബിരിയാണി ഇഷ്ടപ്പെട്ട് ആ ബിരിയാണിയുടെ കൂടെ അമ്മച്ചി ഉണ്ടാക്കിയ വിന്താരു കൊടുത്തിട്ടുണ്ട്, എരിവിറച്ചി എന്ന് പറയും കൊച്ചിക്കാരുടെ. അത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിയുടെ സൈഡായിട്ട് അതും വെച്ച് കൊടുത്ത്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള കറികൾ എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ പേരൊക്കെ പറയാട്ടെ, നമ്മുടെ മെയിൻ കസിൻസൊക്കെയാണ് ഇതൊക്കെ. ഇവരൊക്കെ ഓർക്കുണ്ടാവും ഞങ്ങളുടെ പേരെന്താ പറയാത്തതെന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇവരുടെ പേരൊക്കെ പറയും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ബിരിയാണിക്കാരട്ടാ, നമ്മുടെ ഒരു ഫാമിലി മെമ്പറും കൂടിയാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവരിക്കേ കൊടുക്കുള്ളൂ. അടിപൊളി ബിരിയാണിയാക്കി കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ചേട്ടൻ. പുറത്ത് പന്തലിട്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും തന്നെ അകത്താണ്ടിരുന്നത്. അപ്പോൾ അകത്തു നിന്ന് കഴിക്കാവുന്നത് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പുറത്ത് ഞങ്ങൾക്ക് ഒരു 6 മണിക്ക് ശേഷം ഭയങ്കര കൊതുകായിരിക്കുള്ളൂ. അപ്പോൾ ബിരിയാണി പുള്ളിക്കാരൻ നമ്മളൊരു 100 പേർക്ക് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 130 പേർക്ക് കൊണ്ടുവരും. എന്നിട്ട് 100 പേരുടെ പൈസ എടുക്കുകയുള്ളൂ. പുള്ളിക്ക് എപ്പോഴും കൂടുതലുണ്ടാകണം. താരയുടെ വീട്ടിൽ പോകാൻ നേരത്തെ ഈ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ബ്ലോഗ് ചെയ്യും കേട്ടോ. കൊച്ചി സ്ലാങ് അല്ല, ഇനി നമ്മുടെ അടൂരിൻ്റെ സ്ലാങ് നിങ്ങൾക്ക് കേൾക്കാട്ടാ. ഇവരെല്ലാവരും കലാകാരന്മാരുണ്ട്, അവരുടെ പാട്ടൊക്കെ കേൾക്കാം നമുക്കിനി. എൻ്റെ കട്ടൻ ചായ പാട്ടില്ലാതെ എന്താ ആഘോഷമല്ലേ. ഇനി ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ 2 ഫാമിലിയും കൂടി ഇന്ന് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടാ. ഒത്തിരി പേരുണ്ട് കേട്ടോ, 2 ഫാമിലിയും കൂടി കൂടിയപ്പോൾ. ഫാമിലി ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഈ കാണുന്നതൊക്കെ. നമ്മളൊരു ടൂറൊക്കെ പോയ പോലെ അല്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരെയും കണ്ട് പരിചയപ്പെടാനും കുറേ സമയം സന്തോഷിക്കാനും പറ്റി. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ അവർക്ക്. രാത്രിയായിട്ട് അടൂർ വരെ മുന്നേ പോകാനുള്ള 3.5 മണിക്കൂർ കൂടുതൽ യാത്രയുണ്ട്. ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ 4 മണിക്കൂറാവും. അപ്പോൾ എല്ലാവരും അടൂരേക്ക് പോണേണ്ട.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അടൂരി താരയുടെ വീട്ടിൽ പോകാൻ നേരത്ത് ഇവരുടെയൊക്കെ ബ്ലോഗ് ആയിട്ട് ഞാൻ വരും കേട്ടാ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടാ എല്ലാവരും കൂടി കൂടിയപ്പോൾ. അപ്പോൾ ഇനി നമുക്കിനി കല്യാണ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ മനസ്സമ്മതത്തിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മനസ്സമ്മതത്തിന് മുമ്പെടുത്ത വീഡിയോ ഉണ്ട് ഇത്, അച്ചാര കല്യാണത്തിൻ്റെ. അപ്പോൾ മനസ്സമ്മതം കൂടി കഴിഞ്ഞിട്ട് എൻ്റെ ഇനി താരയുടെ വീട്ടിലൊരു റിസപ്ഷൻ ഉണ്ട്, പിന്നെ എൻ്റെ വീട്ടിലൊരു മധുരം വെപ്പുണ്ട്, പിന്നെ ഒരു വലിയൊരു കല്യാണ പരിപാടി ഉണ്ട് കേട്ടോ. അതൊരു റിസപ്ഷൻ ഇവൻ്റായിട്ടാണ് നടത്തുന്നത്. അതിലാണ് നമ്മൾ എല്ലാവരെയും വിളിച്ച് സെലിബ്രിറ്റികളെയൊക്കെ വിളിച്ച് നടത്തുന്നത്. ഇവരെ പറഞ്ഞയക്കാൻ തോന്നുന്നില്ല കേട്ടോ. അടിപൊളി വൈബായിരുന്നു കേട്ടോ കുട്ടികളെല്ലാവരും കൂടി ചേർന്നപ്പോഴേ. അപ്പോൾ പൊന്നൂസൊക്കെ ടാറ്റ പറഞ്ഞിട്ടും മതിയാവുന്നില്ല. പൊന്നൂസ്, തുമ്പി, ഏഞ്ചൽ, ശോഭൽ, അബ്രു, കുട്ടികളുടെ പേരെ കാണാപ്പാടം പഠിച്ചിട്ടാ. അവർ വണ്ടി പോയി കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് വിളിച്ചിട്ടുണ്ടായിട്ടാ. വണ്ടിയിൽ നിന്ന് കയറിയിട്ട് വീട് വരെ ഒരു ഡാൻസ് ആണെന്നിട്ടാ. പ്രായമുള്ള ആൾക്കാരും കുട്ടികളും എല്ലാം കൂടി ചേർന്ന് ഡാൻസും പാട്ടും മേളമൊക്കെ ആയിരുന്നാണ് പറഞ്ഞത്. വീടെത്തിയത് അറിഞ്ഞില്ല, 3.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ലെന്ന് എന്നോട് പറഞ്ഞത്. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നല്ലൊരു കമൻറ്റ് ഇടാൻ മറക്കല്ലേ.